ചെറിയൊരു ട്രാവൽ സ്ഥാപനമായിട്ടാണ് ശിശിര ഓട്ടോമൊബൈൽസ് തുടങ്ങുന്നത്. എന്നാൽ സ്വന്തം വാഹനങ്ങളുടെ കേടുപാടുകൾ പരിഹരിക്കുന്നതിനും ബോഡി നിർമ്മാണത്തിനുമായി വിഭാഗം തുടങ്ങിയതോടെ കമ്പനിയുടെ പ്രൊഫൈൽ തന്നെ മാറി. ഇന്ന് സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ നിർമ്മാണ രംഗത്ത് സംസ്ഥാനത്തെ മുഖ്യ കമ്പനിയാണ് ശിശിര ഓട്ടോമൊബൈൽസ്. ഖനികളിൽ പരിവേഷണം നടത്തുന്നതിനുള്ള വാഹനങ്ങൾ നിർമ്മിക്കുന്നതടക്കമുള്ള വമ്പൻ പദ്ധതികളാണ് അണിയറയിലൊരുങ്ങുന്നത്. കേരള മെഗാ ബ്രാൻഡ്സ് കാണാം. യൂറോ 3 സ്റ്റാൻഡേർഡിൽ കേരളത്തിൽ ആദ്യം നിർമ്മിച്ച ടൂറിസ്റ്റ് ബസ്, അശോക് ലൈലാൻഡിന്റെ സംസ്ഥാനത്തെ ആദ്യ സർവീസ് ഡീലർഷിപ്പ്, 100-ലേറെ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളുകൾ നിർമ്മിച്ച അനുഭവ സമ്പത്ത്, ഇങ്ങനെ നീളുന്നു കാലടിയിലുള്ള ശിശിര ഓട്ടോമൊബൈൽസിന്റെ നേട്ടങ്ങൾ. ഇപ്പോൾ ഖനികളിൽ പരിവേഷണം നടത്തുന്നതിനുള്ള സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളിനായുള്ള കരാറിൽ ഒപ്പിടാൻ പോവുകയാണ് ശിശിര. 1988-ൽ ട്രാവൽ ബിസിനസ്സുമായി ചെറിയ തോതിൽ പ്രവർത്തനമാരംഭിച്ച കമ്പനിയാണ് ശിശിര. വിമുക്ത ഭടനായ ടി.കെ. സുബ്രഹ്മണ്യവും മകൻ എസ്. സുരയും ചേർന്ന് വായ്പയെടുത്തു തുടങ്ങിയ സംരംഭമായിരുന്നു അത്. ട്രാവൽ ബിസിനസ് മികച്ച രീതിയിൽ മുന്നേറിയതോടെ 2000-ൽ സ്വന്തം വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്കായി ഓട്ടോമൊബൈൽ യൂണിറ്റ് തുടങ്ങി. പിന്നെ സ്വന്തം ആവശ്യത്തിനുള്ള ബസ്സുകൾ ശിശിര തന്നെ നിർമ്മിച്ചു തുടങ്ങി. ഈ വാഹനങ്ങൾ കണ്ട് നിരവധി ഓർഡറുകൾ എത്തിയതോടെ ഇത് മുഖ്യ ബിസിനസ്സാക്കാൻ ശിശിര തീരുമാനിച്ചു. തുടക്കത്തിൽ ടൂറിസ്റ്റ് ബസ്സുകളും സ്കൂൾ ബസ്സുകളും മാത്രമായിരുന്നു ചെയ്തത്. പിന്നീടാണ് കമ്പനി സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളുകളുടെ മേഖലയിലേക്ക് കടന്നത്. വാർത്താ ചാനലുകളുടെ OB വാനുകൾ, മൊബൈൽ ആശുപത്രി യൂണിറ്റുകൾ, ഫ്യൂണറൽ വാൻ എന്നിവയെല്ലാം ഇന്ന് ശിശിര നിർമ്മിച്ചു നൽകുന്നു. മലയാളത്തിലെ ഒരു പ്രമുഖ നടനു വേണ്ടി കാരവാൻ നിർമ്മിക്കുന്ന ജോലിയും പുരോഗമിക്കുന്നു. സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളുകളുടെ മുഖ്യ സവിശേഷത ഉപഭോക്താവിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് നിർമ്മാണ ചെലവ് വ്യത്യാസപ്പെടും എന്നതാണ്. ഉപഭോക്താവുമായി ചർച്ച ചെയ്ത് ആദ്യം അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കും. തുടർന്ന് ശിശിരയുടെ എഞ്ചിനീയർമാർ ഡ്രോയിംഗ് തയ്യാറാക്കും. ഈ ഡ്രോയിങ്ങിന് അന്തിമാനുമതി ലഭിച്ചതിന് ശേഷമാണ് നിർമ്മാണം തുടങ്ങുന്നത്. പിന്നീട് മാറ്റങ്ങളൊന്നും വരുത്തില്ല. സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾസിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് വെച്ചപ്പോൾ വണ്ടി നമ്മൾ പുറമേ നിന്ന് കാണുമ്പോൾ ഒരുപോലെ ഇരിക്കുമെങ്കിലും പല കോസ്റ്റിൽ അത് ചെയ്യാൻ പറ്റും. അപ്പോൾ അവർക്ക് എന്തെല്ലാം അതിൽ വേണം അത് അഡ്വാൻസ് അവരുമായിട്ട് നമ്മൾ ഒരു ഡിസ്കഷൻ നടത്തി അത് വെച്ചൊരു ഡ്രോയിങ്, സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗുടെ ഒരു ഡ്രോയിങ് ഉണ്ടാക്കി ഡ്രോയിങ് ഫൈനലൈസ് ചെയ്യുമ്പോഴാണ് ഒരു കോസ്റ്റ് വേണമെങ്കിൽ ഒരു കോടിക്കണക്കിന് രൂപയ്ക്ക് വേണമെങ്കിലും ചെയ്യാം, അത് തന്നെ കുറച്ച് ചെയ്യാം. അപ്പോൾ എന്തെല്ലാം അവർക്ക് കസ്റ്റമർക്ക് എന്താണ് വേണ്ടത് ആ വേണ്ടതിൽ ഏറ്റവും ക്വാളിറ്റിയിൽ ചെയ്യാം. അതിൻ്റെ ഒരു മെയിൻ്റനൻസ് നമുക്ക് കൊടുക്കാവുന്ന രീതിയിൽ ഒരു വാറണ്ടി ഗ്യാരണ്ടിന്ന് നമ്മൾ പേപ്പറിൽ പറയുമെങ്കിലും ഒരു ലോങ് ടൈം സർവീസ് അവർക്ക് കൊടുക്കാവുന്ന ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. ശിശിരയുടെ വൈദഗ്ധ്യത്തിന് ലഭിച്ച അംഗീകാരമായിരുന്നു കഴിഞ്ഞ ദിവസം ലഭിച്ച അശോക് ലൈലാൻഡിന്റെ സർവീസ് ഡീലർഷിപ്പ് കരാർ കമ്പനിയെ സംബന്ധിച്ച് സുപ്രധാന വഴിത്തിരിവായിരിക്കും എന്ന വിലയിരുത്തലിലാണ് ഉടമകൾ. അശോക് ലൈലാൻഡ് കൊമേഴ്സ്യൽ വെഹിക്കിളിൻ്റെ ഒരു സർവീസ് ഡീലർഷിപ്പാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ശരിക്കും അശോക് ലൈലാൻഡിന് TVS മാത്രമാണ് ശരിക്കും സൗത്ത് ഇന്ത്യയിൽ ഇതിനു മുമ്പ് ഡീലറായിട്ടുണ്ട്. അവരുടെ വണ്ടികൾ കൂടുന്നതനുസരിച്ച് കസ്റ്റമേഴ്സിന് നല്ലൊരു സർവീസ് കൊടുക്കുക, അതുപോലെ വാറണ്ടി സർവീസുകൾ, ബ്രേക്ക് ഡൗൺ കേസുകളൊക്കെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി എറണാകുളത്ത് ഞങ്ങൾ സെക്കൻഡ് ഡീലർഷിപ്പാണ് ഞങ്ങൾക്ക് തന്നേക്കുന്നത്, സെക്കൻഡ് സർവീസ് ഡീലർഷിപ്പ്. അപ്പോൾ ആ വണ്ടികളെ കുറേയും കൂടി പ്രൊമോട്ട് ചെയ്യുക, അതിൽ നല്ലൊരു അപ്പോൾ ഞങ്ങളുടെ ഈ എക്സ്പീരിയൻസും കൂടി വെച്ചിട്ട് ഞങ്ങൾ തന്നെ 10-15ഓളം വണ്ടികൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു കാര്യം കൂടി, അപ്പോൾ കുറച്ചും കൂടി ഞങ്ങൾക്ക് അതിൽ നന്നായിട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ മേഖലയിലെ വൈദഗ്ധ്യം വിപുലീകരിക്കുന്നതിനുള്ള തീരുമാനത്തിലാണ് കമ്പനി. വിദഗ്ധ തൊഴിലാളികളുടെ ലഭ്യതക്കുറവാണ് ഈ മേഖല നേരിടുന്ന മുഖ്യ പ്രതിസന്ധി. ഇത് മറികടക്കുന്നതിനായി യന്ത്രവൽക്കരണം നടപ്പിലാക്കുന്നു. ഖനികളിൽ പരിവേഷണം നടത്തുന്നതിനുപയോഗിക്കുന്ന വാഹനത്തിനായുള്ള ചർച്ചകൾ ഒരു ഖനന കമ്പനിയുമായി പുരോഗമിക്കുകയാണ്. ഈ മേഖലയിൽ നമ്മളെപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അതിൽ പുതിയ സെഗ്മെൻറ്റുകളിലേക്ക് ഇപ്പോൾ നമ്മളൊരു റിസർച്ച് ഡെവലപ്പ് ചെയ്യുന്ന ഒരു വണ്ടി ഡിസ്കവറി, അതിന് വേണ്ടി ഒരു മൈൻസിലൊരു പാർട്ടിയായിട്ട് ഒരു ഡിസ്കഷൻ നടന്ന അതിൻ്റെ പ്ലാനും കാര്യങ്ങളും, അതിൻ്റെ വണ്ടിയുടെ ഒരു അവൈലബിലിറ്റി കുറവുകൊണ്ടാണ് അപ്പോൾ അത് 2 ചെയ്യാൻ പോകുന്നു. വളരെ മലയുടെയൊക്കെ ഉള്ളിൽ പോയിട്ട് ചെയ്യാവുന്ന രീതിയിലുള്ള 2 വെഹിക്കിൾസ്, എല്ലാ സജ്ജീകരണങ്ങളും ഉള്ള അതിൻ്റെ ഒരു പ്രാരംഭ നടപടികളിലാണ്. ഇപ്പോൾ ഡിസൈനിങ്ങും എല്ലാം കഴിഞ്ഞു നിൽക്കുന്നത്. ഇത്തരത്തിലൊരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ കേരളത്തിൽ ആരും നിർമ്മിച്ചിട്ടില്ല. വിദേശ സാങ്കേതിക വിദ്യയും ഉപകരണങ്ങളും എല്ലാം പ്രയോജനപ്പെടുത്തിയുള്ള ബൃഹത് പദ്ധതിയായിരിക്കും ഇത്.
സാധ്യമായാൽ ശിശിരയെ സംബന്ധിച്ച വലിയൊരു വഴിത്തിരിവായിരിക്കും ഈ കരാർ. ചെറിയൊരു ട്രാവൽ സ്ഥാപനമായിട്ടാണ് ശിശിര ഓട്ടോമൊബൈൽസ് തുടങ്ങുന്നത്. എന്നാൽ സ്വന്തം വാഹനങ്ങളുടെ കേടുപാടുകൾ പരിഹരിക്കുന്നതിനും ബോഡി നിർമ്മാണത്തിനുമായി വിഭാഗം തുടങ്ങിയതോടെ കമ്പനിയുടെ പ്രൊഫൈൽ തന്നെ മാറി. ഇന്ന് സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ നിർമ്മാണ രംഗത്ത് സംസ്ഥാനത്തെ മുഖ്യ കമ്പനിയാണ് ശിശിര ഓട്ടോമൊബൈൽസ്. ഖനികളിൽ പരിവേഷണം നടത്തുന്നതിനുള്ള വാഹനങ്ങൾ നിർമ്മിക്കുന്നതടക്കമുള്ള വമ്പൻ പദ്ധതികളാണ് അണിയറയിലൊരുങ്ങുന്നത്. കേരള മെഗാ ബ്രാൻഡ്സ് കാണാം. യൂറോ 3 സ്റ്റാൻഡേർഡിൽ കേരളത്തിൽ ആദ്യം നിർമ്മിച്ച ടൂറിസ്റ്റ് ബസ്, അശോക് ലൈലാൻഡിന്റെ സംസ്ഥാനത്തെ ആദ്യ സർവീസ് ഡീലർഷിപ്പ്, 100-ലേറെ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളുകൾ നിർമ്മിച്ച അനുഭവ സമ്പത്ത്, ഇങ്ങനെ നീളുന്നു കാലടിയിലുള്ള ശിശിര ഓട്ടോമൊബൈൽസിന്റെ നേട്ടങ്ങൾ. ഇപ്പോൾ ഖനികളിൽ പരിവേഷണം നടത്തുന്നതിനുള്ള സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളിനായുള്ള കരാറിൽ ഒപ്പിടാൻ പോവുകയാണ് ശിശിര. 1988-ൽ ട്രാവൽ ബിസിനസ്സുമായി ചെറിയ തോതിൽ പ്രവർത്തനമാരംഭിച്ച കമ്പനിയാണ് ശിശിര. വിമുക്ത ഭടനായ TK സുബ്രഹ്മണ്യവും മകൻ S സുരയും ചേർന്ന് വായ്പയെടുത്തു തുടങ്ങിയ സംരംഭമായിരുന്നു അത്. ട്രാവൽ ബിസിനസ് മികച്ച രീതിയിൽ മുന്നേറിയതോടെ 2000-ൽ സ്വന്തം വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്കായി ഓട്ടോമൊബൈൽ യൂണിറ്റ് തുടങ്ങി. പിന്നെ സ്വന്തം ആവശ്യത്തിനുള്ള ബസ്സുകൾ ശിശിര തന്നെ നിർമ്മിച്ചു തുടങ്ങി. ഈ വാഹനങ്ങൾ കണ്ട് നിരവധി ഓർഡറുകൾ എത്തിയതോടെ ഇത് മുഖ്യ ബിസിനസ്സാക്കാൻ ശിശിര തീരുമാനിച്ചു. തുടക്കത്തിൽ ടൂറിസ്റ്റ് ബസ്സുകളും സ്കൂൾ ബസ്സുകളും മാത്രമായിരുന്നു ചെയ്തത്. പിന്നീടാണ് കമ്പനി സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളുകളുടെ മേഖലയിലേക്ക് കടന്നത്. വാർത്താ ചാനലുകളുടെ OB വാനുകൾ, മൊബൈൽ ആശുപത്രി യൂണിറ്റുകൾ, ഫ്യൂണറൽ വാൻ എന്നിവയെല്ലാം ഇന്ന് ശിശിര നിർമ്മിച്ചു നൽകുന്നു. മലയാളത്തിലെ ഒരു പ്രമുഖ നടനു വേണ്ടി കാരവാൻ നിർമ്മിക്കുന്ന ജോലിയും പുരോഗമിക്കുന്നു. സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളുകളുടെ മുഖ്യ സവിശേഷത ഉപഭോക്താവിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് നിർമ്മാണ ചെലവ് വ്യത്യാസപ്പെടും എന്നതാണ്. ഉപഭോക്താവുമായി ചർച്ച ചെയ്ത് ആദ്യം അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കും. തുടർന്ന് ശിശിരയുടെ എഞ്ചിനീയർമാർ ഡ്രോയിംഗ് തയ്യാറാക്കും. ഈ ഡ്രോയിങ്ങിന് അന്തിമാനുമതി ലഭിച്ചതിന് ശേഷമാണ് നിർമ്മാണം തുടങ്ങുന്നത്. പിന്നീട് മാറ്റങ്ങളൊന്നും വരുത്തില്ല. സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾസിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് വെച്ചപ്പോൾ വണ്ടി നമ്മൾ പുറമേ നിന്ന് കാണുമ്പോൾ ഒരുപോലെ ഇരിക്കുമെങ്കിലും പല കോസ്റ്റിൽ അത് ചെയ്യാൻ പറ്റും. അപ്പോൾ അവർക്ക് എന്തെല്ലാം അതിൽ വേണം അത് അഡ്വാൻസ് അവരുമായിട്ട് നമ്മൾ ഒരു ഡിസ്കഷൻ നടത്തി അത് വെച്ചൊരു ഡ്രോയിങ്, സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗുടെ ഒരു ഡ്രോയിങ് ഉണ്ടാക്കിയ ഡ്രോയിങ് ഫൈനലൈസ് ചെയ്യുമ്പോഴാണ് ഒരു കോസ്റ്റ് വേണമെങ്കിൽ ഒരു കോടിക്കണക്കിന് രൂപയ്ക്ക് വേണമെങ്കിലും ചെയ്യാം, അത് തന്നെ കുറച്ച് ചെയ്യാം. അപ്പോൾ എന്തെല്ലാം അവർക്ക് കസ്റ്റമർക്ക് എന്താണ് വേണ്ടത് ആ വേണ്ടതിൽ ഏറ്റവും ക്വാളിറ്റിയിൽ ചെയ്യാം. അതിൻ്റെ ഒരു മെയിൻ്റനൻസ് നമുക്ക് കൊടുക്കാവുന്ന രീതിയിൽ ഒരു വാറണ്ടി ഗ്യാരണ്ടിന്ന് നമ്മൾ പേപ്പറിൽ പറയുമെങ്കിലും ഒരു ലോങ് ടൈം സർവീസ് അവർക്ക് കൊടുക്കാവുന്ന ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. ശിശിരയുടെ വൈദഗ്ധ്യത്തിന് ലഭിച്ച അംഗീകാരമായിരുന്നു കഴിഞ്ഞ ദിവസം ലഭിച്ച അശോക് ലൈലാൻഡിന്റെ സർവീസ് ഡീലർഷിപ്പ് കരാർ. കരാർ കമ്പനിയെ സംബന്ധിച്ച് സുപ്രധാന വഴിത്തിരിവായിരിക്കും എന്ന വിലയിരുത്തലിലാണ് ഉടമകൾ. അശോക് ലൈലാൻഡ് കൊമേഴ്സ്യൽ വെഹിക്കിളിൻ്റെ ഒരു സർവീസ് ഡീലർഷിപ്പാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ശരിക്കും അശോക് ലൈലാൻഡിന് TVS മാത്രമാണ് ശരിക്കും സൗത്ത് ഇന്ത്യയിൽ ഇതിനു മുമ്പ് ഡീലറായിട്ടുണ്ട്. അവരുടെ വണ്ടികൾ കൂടുന്നതനുസരിച്ച് കസ്റ്റമേഴ്സിന് നല്ലൊരു സർവീസ് കൊടുക്കുക, അതുപോലെ വാറണ്ടി സർവീസുകൾ, ബ്രേക്ക് ഡൗൺ കേസുകളൊക്കെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി എറണാകുളത്ത് ഞങ്ങൾ സെക്കൻഡ് ഡീലർഷിപ്പാണ് ഞങ്ങൾക്ക് തന്നേക്കുന്നത്, സെക്കൻഡ് സർവീസ് ഡീലർഷിപ്പ്. അപ്പോൾ ആ വണ്ടികളെ കുറേയും കൂടി പ്രൊമോട്ട് ചെയ്യുക, അതിൽ നല്ലൊരു അപ്പോൾ ഞങ്ങളുടെ ഈ എക്സ്പീരിയൻസും കൂടി വെച്ചിട്ട് ഞങ്ങൾ തന്നെ 10-15ഓളം വണ്ടികൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു കാര്യം കൂടി, അപ്പോൾ കുറച്ചും കൂടി ഞങ്ങൾക്ക് അതിൽ നന്നായിട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ മേഖലയിലെ വൈദഗ്ധ്യം വിപുലീകരിക്കുന്നതിനുള്ള തീരുമാനത്തിലാണ് കമ്പനി. വിദഗ്ധ തൊഴിലാളികളുടെ ലഭ്യതക്കുറവാണ് ഈ മേഖല നേരിടുന്ന മുഖ്യ പ്രതിസന്ധി. ഇത് മറികടക്കുന്നതിനായി യന്ത്രവൽക്കരണം നടപ്പിലാക്കുന്നു. ഖനികളിൽ പരിവേഷണം നടത്തുന്നതിനുപയോഗിക്കുന്ന വാഹനത്തിനായുള്ള ചർച്ചകൾ
ഒരു ഖനന കമ്പനിയുമായി പുരോഗമിക്കുകയാണ്. ഈ മേഖലയിൽ നമ്മൾ എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അതിൽ പുതിയ പുതിയ സെഗ്മെൻറ്റുകളിലേക്ക് ഇപ്പോൾ നമ്മളൊരു റിസർച്ച് ഡെവലപ്പ് ചെയ്യുന്ന ഒരു വണ്ടി ഡിസ്കവറി, അതിന് വേണ്ടി ഒരു മൈൻഡ്സിലെ ഒരു പാർട്ടിയായിട്ട് ഒരു ഡിസ്കഷൻ നടന്ന അതിൻ്റെ പ്ലാനും കാര്യങ്ങളും, അതിൻ്റെ വണ്ടിയുടെ ഒരു അവൈലബിലിറ്റി കുറവുകൊണ്ടാണ് അപ്പോൾ അത് 2 എണ്ണം ചെയ്യാൻ പോകുന്നു. വളരെ മലയുടെയൊക്കെ ഉള്ളിൽ പോയിട്ട് ചെയ്യാവുന്ന രീതിയിലുള്ള 2 വെഹിക്കിൾസ്, എല്ലാ സജ്ജീകരണങ്ങളും ഉള്ള അതിൻ്റെ ഒരു പ്രാരംഭ നടപടികളിലാണ്. ഇപ്പോൾ ഡിസൈനിങ്ങും എല്ലാം കഴിഞ്ഞു നിൽക്കുന്നത്. ഇത്തരത്തിലൊരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ കേരളത്തിൽ ആരും നിർമ്മിച്ചിട്ടില്ല. വിദേശ സാങ്കേതിക വിദ്യയും ഉപകരണങ്ങളും എല്ലാം പ്രയോജനപ്പെടുത്തിയുള്ള ബൃഹത് പദ്ധതിയായിരിക്കും ഇത്. സാധ്യമായാൽ ശിശിരയെ സംബന്ധിച്ച വലിയൊരു വഴിത്തിരിവായിരിക്കും ഈ കരാർ.